ഗൈസ് അപ്പൊ നമ്മൾ സെക്കൻഡ് ഇയർ ജീവിതം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകണം ഗൈസ്. നമുക്ക് കഴിഞ്ഞ വീട്ടിലൊക്കെ തന്നെ കാണാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. വയനാടായതുകൊണ്ട് ആകെ ഗുണം ശുദ്ധമായ ശേഷിച്ചുകൊണ്ട് നമുക്ക് പോവാം. എവിടെയെല്ലാം പോയിട്ടാലും തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ ഫീൽ അത് വേറെ തന്നെയല്ലേ. ഇതിപ്പം ബസ് സ്റ്റാൻഡിൽ പേര് മാത്രമേ ഉള്ളതുകൊണ്ട് ഒരു ബസ് പോലും ഞാൻ കണ്ടിട്ടില്ല. ബസ് ഇറങ്ങുമ്പോൾ കണ്ടത് ഈ മൊയന്താണ് സംഭവം. നമ്മുടെ ശങ്കാണ് ആർത്തിമുത്തി കഴിക്കാങ്ങിയത് വായിൽ വെക്കാൻ കൊള്ളില്ല. ഇത് നമ്മളെ എല്ലാ മാസം ചെയ്യുന്ന തറവാട് ഏത് ക്ലിപ്പ് ഡൈറ്റ് ആക്കാഞ്ഞ് ഒടുക്കത്തെ ആൾക്കാരാണ്. ഈ വായു വെച്ച് നിൽക്കുന്ന 5 ദിവസം അനിക്കും അനിയമ്മയും എല്ലാം ആണ്. നമ്മളിങ്ങനെ പിള്ളേരെ കുട്ടി ഏതോ പിടിയൊക്കെ തിന്നാൻ കേജി നോക്കുമ്പോൾ ആകെ ഇത് മാത്രമേ ഉള്ളൂ മക്കളെ ഇടാണ്. പുറത്ത് കീ നോക്കുമ്പോൾ ഗൈസ് ഫുൾ സാധനം അവിടെ ആണെങ്കിൽ പഴങ്ങാനുണ്ടായി. ഇത് പറയാൻ നമ്മളെ സീനാക്കണ വെച്ച് വിട്ട് ഗൈസ് തിരിച്ച് ഞങ്ങളവിടെ വന്ന് നോക്കുമ്പോൾ ആണെങ്കിട്ടില്ല ഗൈസ് ആൾക്കാർ ഇപ്പത്തേക്ക് പറഞ്ഞാൽ സഭ്യ കളിച്ചങ്ങ് എത്തി. നമ്മള് ഞാൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നടത്തുമ്പോൾ സ്നേഹസമ്പന്നമായ ഡാഡി മമ്മി കൂട്ടാൻ വന്നു ഗൈസ്. വീട്ടിൽ കഴിയുമ്പോൾ ഫീൽ സ്വർഗം കിട്ടിയവരാണ്. ഇന്നലെയും കൂടി കണ്ടപോലെ ഇവിടെ മുഖത്തെ എക്സ്പ്രഷൻ. വീട്ടിലെത്തിയപ്പോഴും ഞാൻ തിന്നാനും നോക്കണം. പകുത്ത കൊല്ലെങ്കിൽ വെറുതെ കിടക്കുന്നതാണ്. ഞാൻ ഒന്ന് ഇഞ്ചി തിന്ന് പിന്നെ കണ്ണു മൂക്കുള്ള ബിസ്ക്കറ്റിന് ഫാൻസ് ഗൈസ് അത് ഞാൻ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ദിവസം സ്റ്റഡിയിൽ വരും ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പൊ ബാക്കി നാളെ